ജെഎസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്ത പ്ലാന്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. അതായത് നമുക്ക് വീട്ടിനകത്ത് സൂര്യപ്രകാശം ഇല്ലാത്തയിടത്തും അതുപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ മുറിയാകുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റ് കൊണ്ട് ആ മുറി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പ്ലാന്റിന്റെ വിശേഷത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ജെഎസ് നേച്ചർ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പ്ലാന്റ് ചിലപ്പോ നമുക്ക് നഴ്സറികളിൽ നിന്ന് കിട്ടിക്കോണമെന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടു പരിസരങ്ങളിലൊക്കെ ധാരാളമായി പടർന്നു കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന്റെ ഒരു ചെറിയ ഭാഗം, ചെറിയ തണ്ട് മാത്രം മതി നമുക്ക് കൂടുതലായിട്ട് പടർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഈ ഒരു പ്ലാന്റ് നിർബന്ധമായിട്ടും വെക്കേണ്ട ഒന്നാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന സമയത്ത് എന്തായാലും വീഴും. അപ്പൊ ആ ഒരു വീഴ്ച സംഭവിക്കുന്ന സമയത്ത് കൈമുട്ടിലോ കാൽമുട്ടിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ മുറിവ് പറ്റുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റിന്റെ ഒരു രണ്ടില മാത്രം മതി നമുക്ക് ആ മുറിവ് ഉണക്കിയെടുക്കാനായിട്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാതരം അപ്പോൾ ഉണ്ടാവുന്ന മുറികൾക്കൊക്കെ പെട്ടെന്ന് മുറി കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്, ഒരു ഔഷധ ചെടിയാണ് ഈ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് സ്ട്രോബിലാന്തസ് ആൾട്ടർനേറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ മുറികൂട്ടി അല്ലെങ്കിൽ മുറി ഉണക്കി എന്നൊക്കെ ഇതിനെ പേര് വിളിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെക്കാവുന്നതാണ്. തൂക്കിയിടുന്ന പാത്രത്തിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇത് ചുമ്മാ നമ്മുടെ മണ്ണിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഒരു തണ്ടെടുത്ത് മണ്ണിൽ ഇട്ട് കൊടുത്താലും അവിടെ നന്നായിട്ട് പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ഇല രണ്ട് കളറിലാണ് വരുന്നത്. അതിന്റെ അടിവശവും മുകൾ വശവും രണ്ട് ഷെയ്ഡ് കളറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. അപ്പൊ ഇനി ഈ ഒരു പ്ലാന്റിന്റെ ഉപയോഗം നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ മേലൊക്കെ ഒരു മുറി ആയി എന്നുണ്ടെങ്കിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീണിട്ട് ജസ്റ്റ് തോലിറങ്ങി അങ്ങനെ എന്തെങ്കിലും ചെറിയ മുറി ആയി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ഉണക്കിയെടുക്കുക, എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു രണ്ടില മാത്രം എടുത്തിട്ട്, ഒരു ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രണ്ടില മാത്രം മതി. ആ ഒരു രണ്ടില എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ആ കഴുകിയ നനവ് മാത്രം മതി കേട്ടോ. ആ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു കല്ലിലോ അല്ലെങ്കിൽ നമ്മുടെ കൈപ്പത്തിയിലോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ആ അരച്ച് നീര് നമ്മൾ ഈ ഒരു മുറിവിലേക്ക് ഒറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സാധാരണ നോർമൽ മുറി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല മുറിവൊക്കെ ആണെങ്കിൽ അത് ഒറ്റിച്ചു കൊടുത്താൽ ചോര ഒലിക്കുന്നത് അതോടെ നിൽക്കുകയും ചെയ്യും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഒരു മുറിവിന് താൽക്കാലിക ആശ്വാസം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലൊക്കെ വളരെ അത്യാവശ്യമായിട്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വളരെ വേണ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു ഒറ്റമൂലി എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.